പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ, എറണാകുളം, കേരളത്തിൽ നിന്നും സംസാരിക്കുന്നു. ഒരു മെസ്സേജ് തരാനാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു വലിയ സമരം നടക്കുന്നുണ്ട്. അത് രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ യൂത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി വളരെ ജെന്യുവനായിട്ടുള്ള റീസൺ വെച്ച് നടത്തുന്ന സമരമാണ്. ആ സമരം നയിക്കുന്നത് പാർട്ടി പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാകാനായിട്ട് ഇടവരുത്തിയത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം മിക്കവാറും മനഃപൂർവ്വം പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാലെങ്കിലും ഈ പ്രതികരണശേഷം നഷ്ടപ്പെട്ട് അടിമകളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ യുവത്വം, ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് 145 കോടിയുള്ള അതിൽ നല്ലൊരു ശതമാനം, ഏറ്റവും കൂടുതൽ ശതമാനം സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ യുവജനങ്ങളാണ്. അവരെ ട്രിഗർ ചെയ്ത് അവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് ഒരു പാർട്ടി ഉണ്ടായി. അതിന് കാരണക്കാരനായ ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഞാൻ നന്ദി പറയുകയാണ്. എന്തായാലും അവർ വളരെ ശാന്തിപൂർവമായ, സമാധാനപരമായ, നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മൾക്ക് കാണിച്ചു തന്ന പാതയിൽ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസം 10-20 ദിവസമായിട്ട് അവിടെ, ഒരു മാസത്തിലധികമായി സമരമായിട്ട്, 20 ദിവസമായിട്ട് നമ്മുടെ രാജ്യം മെഗാശ്രീ കൊടുത്ത് അംഗീകരിച്ച സോണം വാങ്ചുങ് അവിടെ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഞാൻ നമിക്കുന്നു. അവസാനം 10-14-12 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ഇതുപോലെയുള്ളൊരു സമരം, അത് രാജ്യത്തിൻ്റെ നമ്മയ്ക്ക് വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും അവിടുത്തെ യുവജനങ്ങളുമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യേണ്ടത്. നമ്മൾ സമരം ചെയ്തിട്ടാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയത്. അന്നത്തെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തില്ലായിരുന്നു വെച്ചെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു. ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ജനങ്ങളും, അതിപ്പോൾ കേരളം ആയാലും ഈ പറയുന്ന പല സ്റ്റേറ്റുകളിലായാലും ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സമരം ചെയ്തിട്ടോ ഒച്ച വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല, നമുക്ക് സ്വന്തം കാര്യമൊന്നും പറഞ്ഞ് ഇങ്ങനെ അനങ്ങാണ്ടിരിക്കണേ. ഇപ്പം ഈ ഒരു പിള്ളേരുടെ സമരം വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ടൈപ്പ് സമരമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണ്. ഞാനും ഈ സോഷ്യൽ മീഡിയ തന്നെ യൂസ് ചെയ്യണത്. അതുവഴി ഉണ്ടാക്കി എടുത്തതാണ്. ഇവിടെ രാജ്യത്ത് നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടുതൽ അതിനെയൊക്കെ കവർ ചെയ്ത് അവർക്ക് ഫോളോവേഴ്സ് ഉണ്ടായെന്നുള്ളതാണ്. പല പ്രാവശ്യം രാജ്യം ഭരിക്കണ യൂണിയൻ ഗവൺമെൻറ് അവരുടെ അക്കൗണ്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്തെങ്കിലും ഇപ്പോഴും വളരെ സർവശക്തമായിട്ട് ആ സമരം നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ആ സമരത്തിന് എൻ്റെ പരിപൂർണ പിന്തുണ. ഇങ്ങനെയെങ്കിലും വന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് രാജ്യത്തിൽ കാണുന്ന തെറ്റുകൾക്കും അനീതിക്കുമെതിരെ ശബ്ദമുയർത്തുക, റിയാക്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. അത് ചെയ്യാനായിട്ട് നേരിട്ട് പങ്കെടുക്കാനായിട്ടുള്ള പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ ആ രാജ്യത്ത് ഒരു പൗരനായിട്ട് നിൽക്കാനായിട്ട് അർഹനല്ല. അല്ലെങ്കിൽ ബേസിക്കലി ഒന്നും ഉണ്ടാതെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേട്ട് അടിമകളെ പോലെ ജീവിക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് ഇതെൻ്റെ ഒരു കർത്തവ്യമായിട്ട് ഞാൻ എടുക്കുന്നു. അതുപോലെ എൻ്റെ ഒരു അഭിപ്രായമുള്ളവരാണെങ്കിൽ അതേപോലെ ചെയ്യണമെന്ന് എൻ്റെ അഭ്യർത്ഥനയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ രാജ്യം ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം പല മന്ത്രിമാരും അവർ നേരിട്ട് ഇൻവോൾവ് ഒന്നും അല്ലെങ്കിലും അവരുടെ മന്ത്രിസഭയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് രാജിവെച്ചിട്ടുണ്ട്. അതിന് ആദ്യമായിട്ട് ഒരു ഉദാഹരണം നമുക്ക് കാണിച്ചു തന്നത് രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി 1956 റെയിൽവേ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത്
ഒരു ട്രാജഡി, ട്രെയിൻ ആക്സിഡൻറ്റ്, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ മിനിസ്റ്ററിന് ഡയറക്റ്റ് ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ആദ്യമായിട്ട് രാജിവെച്ച് അദ്ദേഹം മാതൃക കാണിച്ച. പിന്നീട് ടി കൃഷ്ണചമാചാരി 1958 ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു. ചെറിയൊരു സ്കാൻഡൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങേര് രാജിവെച്ച് LIC ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു, രാജിവെച്ച് മാതൃക കാണിച്ചു. പിന്നെ ചൈന വാർ വന്നപ്പോഴത്തേക്കും VK കൃഷ്ണമേനോൻ 1962 രാജിവെച്ചു. പിന്നെ VP സിംഗ് 1987 രാജിവെക്കാൻ കാരണം പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കോൺഗ്രസും അതേ കോൺഗ്രസ് മിനിസ്റ്ററിയിൽ ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു, അത് പാർട്ടിപരം അങ്ങനെ പലരും രാജിവെച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി അതിന് ശേഷവും പലരും രാജിവെച്ചിട്ടുണ്ട്. ഈവൻ BJPയുടെ മിനിസ്ട്രിയിൽ, വാജ്പേയി മിനിസ്ട്രിയിൽ ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന ജോർജ് ഫെർണാണ്ടസ് വരെ രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു. കാർഗിൽ വാർ നടക്കുമ്പോഴത്തേക്കും സ്കാൻഡൽ വന്നിട്ട്, കോഫിൻ സ്കാൻഡൽ എല്ലാവരും കേട്ടിട്ടുണ്ട്, അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. AK ആൻ്റണി ആദ്യം യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നപ്പോഴത്തേക്കും സിവിൽ സപ്ലൈസ് മിനിസ്റ്ററായിരുന്നു. അവിടെയും എന്തോ ഒരു ചെറിയ ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അങ്ങനെ പലരും രാജിവെച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയപരമായിട്ട് നല്ലൊരു കീഴ്വഴക്കം അല്ലെങ്കിൽ അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അയാൾക്ക് നേരിട്ട് ഒരു ബന്ധമില്ലെങ്കിലും രാജിവെക്കാറുണ്ട്. അതുപോലെ തന്നെ 2G സ്പ്രെഡം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ T രാജനെയൊക്കെ UPA മിനിസ്റ്ററി മാറ്റി, മന്ത്രിസഭയിൽ നിന്ന് തന്നെ മാറ്റി. പക്ഷേ കഴിഞ്ഞ 10-12 വർഷമായിട്ട് എന്ത് കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാലും അതിന് ഒരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തിട്ട് ഒരു ആളും രാജിവെക്കാനോ ഒന്നും പോണില്ല. നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനമാണ്. നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോടുകൂടി നമ്മളൊരു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഭരണഘടനയെ കുറിച്ച് പറയുന്നത് ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കണേണ്. അവർ സർവൻ്റ് ഓഫ് പീപ്പിളാണ്. സർവൻ്റ് ഓഫ് പീപ്പിളിനെ തിരഞ്ഞെടുക്കണം നമ്മളാണ്. അവരിൽ ഭൂരിപക്ഷമുള്ള പാർട്ടികൾ മന്ത്രിസഭ ഉണ്ടാക്കുന്നു, പ്രധാനമന്ത്രി ആവുന്നു, എല്ലാവരും ആവുന്നു. ഫോർവേഡ് നമ്മളെ സംരക്ഷിക്കാനും വോട്ട് ചെയ്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്, ഫ്രീഡം, ഇതൊക്കെ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ ഭരണഘടന ഇതേവരെ മാറ്റിയിട്ടൊന്നുമില്ല. പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആരും പ്രൊട്ടസ്റ്റൊക്കെ പല രീതിയിൽ പ്രൊട്ടസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞിട്ടാണ് രാജ്യത്തെ പല നിയമങ്ങളും ഉണ്ടായേക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലേബർ ലോ ഉണ്ടായത് തൊഴിലാളികൾ അവർക്ക് വേജസിന് വേണ്ടി സമരം എടുത്തിട്ടാണ് അവർക്ക് ലേബർ ലോ ഉണ്ടാക്കി കൊടുത്തത്. ഇൻഡസ്ട്രിയൽ ലോ ഉണ്ടാക്കി അവിടുത്തെ തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ശമ്പളവും പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ, റൈറ്റ് ഫോർ ഫുഡ്, ഇതെല്ലാം പല പ്രാവശ്യമായിട്ട് ജനങ്ങൾ സമരം എടുത്തിട്ടാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല, ജനങ്ങളുടെ ഇതുപോലെയുള്ള സമരങ്ങൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് പല പാർട്ടികളും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു സമരമാണ് ഇപ്പോൾ ഈ പറയുന്ന പാറ്റകളെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, യുവജനങ്ങൾ നമ്മുടെ ഭാവി വാഗ്ദാനമാണ്. അവർ സമരം ചെയ്യണത് അവർക്ക് വേണ്ടിയിട്ടല്ല, ഇനി വരുന്ന ജനറേഷന് വേണ്ടിയിട്ടാണ്. അവരനുഭവിക്കാനുള്ളത് അനുഭവിച്ച് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ, പ്രൊട്ടസ്റ്റ് എങ്ങനെ വന്നു കഴിഞ്ഞാലും അവർ പ്രൊട്ടസ്റ്റ് നടത്തുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ജാഥകളും മാർച്ചുകളൊക്കെ ഉണ്ടാവും. അണ്ണാ ഹസാരെ 2013 ഈ പറയുന്ന പോലെ രാംലീല മൈതാനിൽ അൻഷനൊക്കെ നടത്തി, സമരം നടത്തി, സത്യാഗ്രഹം ഇരുന്നു. അപ്പോൾ ഈ പറയുന്ന BJPക്കാരെല്ലാവരും അവിടെ പോയിട്ട് സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അവരും ജാഥയും മാർച്ചൊക്കെ നടത്തി, അറസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരും ബ്രൂട്ടലായിട്ട്, അത് കുറേ ഇൻ്റലക്ച്വലായിട്ടുള്ള ആൾക്കാരായിരുന്നു ആ ഒരു സംഘടനയിൽ ഉണ്ടായിരുന്നത്. പിന്നെ കുറേ യുവജനങ്ങളും ഉണ്ടായിരുന്നു. ഇത് പ്യുവർലി യുവജനങ്ങളാണ്.
കഴിഞ്ഞ ഇപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞ പോലെ 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് ഇത്രത്തോളം നാഷണൽ ഏജൻസീസ് നടന്ന എക്സാമുകൾ റീക്കായി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു 96 പേരെ കണ്ട് മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലും പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞു കേൾക്കുന്നതാണ്. കുറേയൊക്കെ ഫാക്റ്റാണ്. ഏതായാലും ഇപ്പോൾ നടന്ന നീറ്റിൻ്റെ പ്രശ്നം വെച്ചിട്ട് തന്നെ 10-20 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതിന് ആര് അക്കൗണ്ടബിൾ ആവും? അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൻ്റെ മുന്നിലിരുന്ന ആൾ റിസൈൻ ചെയ്യണം. അതുപോലെ അതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കമ്പനികളോ ഉണ്ടെങ്കിൽ അവരെ നല്ല തക്കതായിട്ട് ശിക്ഷയും നൽകണം. ഈ മരിച്ചവർക്ക് അവരുടെ കോമ്പൻസേഷനും കൊടുക്കണം. അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായെന്നും പറഞ്ഞ് അതിനെ ക്യാൻസൽ ചെയ്യുക, പിന്നീട് വേറെ ഒരു എക്സാം നടത്തുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല. അതിനുവേണ്ടിയല്ല നമ്മൾ ജനങ്ങളുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുക, അല്ലെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അവരെ മന്ത്രിയും പ്രധാനമന്ത്രിയാക്കുന്നത്. ഇതൊന്നും വരാണ്ടിരിക്കാനാണ്. ഇന്ത്യയിൽ നീറ്റോ അല്ലെങ്കിൽ UPSCയോ CBSEയോ ഈ പറയുന്ന എക്സാമുകളൊക്കെ 2014 BJP സർക്കാർ വരുമ്പോഴല്ല തുടങ്ങിയേക്കണത്, അതിന് മുമ്പേ ഉണ്ട്. അത് വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പുതിയ സർക്കാർ പുതിയ സിസ്റ്റങ്ങളും കാര്യങ്ങളും കൊണ്ട് അതിനെ കോംപ്ലിക്കേറ്റഡായി 2024 ലീക്കായി. അന്നേരം ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് അതിന് റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ട് അനുസരിച്ച് കുറേ റെക്ടിഫിക്കേഷൻ ചെയ്യാൻ പറഞ്ഞു. അതൊന്നും ചെയ്തില്ല. അത് പിന്നെ ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് സെയിം സാധനം വരികയാണ്. ഓരോ പ്രാവശ്യം എക്സാം എഴുതാനായിട്ട് കുട്ടികൾ ലക്ഷക്കണക്കിന് രൂപ ഫീസും കൊടുത്ത് കോച്ചിങ് സെൻറ്ററിൽ പോകുന്നു. ഒരു വർഷത്തെ മുഴുവൻ സ്ട്രെയിൻ എടുത്തിട്ട് എക്സാം എഴുതുന്നു. എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിൽ നിന്ന് ഒന്ന് റിലാക്സ് ആകുമ്പോഴത്തേക്കും പറഞ്ഞ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലീക്കായി, അടുത്ത എക്സാം എഴുതാൻ. പിന്നെയും അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പൈസ വേണം. അവരുടെ കുറ്റമല്ലാതെ ഈ സാധനം ലീക്കായിട്ടും അവർക്ക് രണ്ടാമത് പരീക്ഷ എഴുതണമെങ്കിൽ പിന്നെയും പൈസ കൊടുക്കണം. എന്തൊരു കഷ്ടമാണിത്. അപ്പം നാച്ചുറലി അതിൻ്റെ തലപ്പത്തിരുന്ന് അതിൻ്റെ മന്ത്രി രാജിവെച്ച് മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് രാജിവെക്കണം. അതാണ് ശരിയായിട്ടുള്ള രീതി. അതാണ് ധാർമ്മികത എന്ന് പറയുന്നത്. ഒരു നാണവും മാനവും ഇല്ലാണ്ട് അതുമേ കടിച്ചു തൂങ്ങുക. അയാൾ മാറണില്ലെങ്കിൽ പിടിച്ചു മാറ്റണം മന്ത്രിസഭ. പ്രധാനമന്ത്രിനൊക്കെ എന്തിനാ പിടിച്ചിരുത്തേക്കണ? അയാളോട് പറയണം രാജിവെച്ചില്ലെങ്കിൽ നിന്നെ പുറത്താക്കി എന്ന് പറയണം. അത് ആവശ്യപ്പെട്ടിട്ട് സമരം നടത്തുന്ന ഈ പറയുന്ന ജനങ്ങളെ വളരെ ബ്രൂട്ടലായിട്ട് ആക്രമിക്കണേണ്. എന്തൊരു കഷ്ടമാണ്. പ്രോപ്പറായിട്ട് യൂണിഫോം പോലും ഇല്ല. ഞാനൊരു യൂണിഫോം പേഴ്സണാണ്. 10-30 വർഷക്കാലം യൂണിഫോം ഇട്ട് ജോലി ചെയ്ത ആളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി, ഡിഫൻസിൽ. ഒരു പ്രോപ്പറായിട്ട് ഞാനൊരു നെയിം പ്ലേറ്റും അല്ല എൻ്റെ ബാഡ്ജും ഒന്നും വെക്കാണ്ട് ഞാൻ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഐ ആം കമ്മിറ്റിങ് ക്രൈം. എന്നെ പിരിച്ചുവിടും സർവീസിൽ നിന്ന്. അതാണ് നിയമം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂണിഫോമും ഇല്ല, ഒന്നുമില്ല. സിവിൽ ഡ്രസ്സിൽ ഗുണ്ടകൾ പോലീസിൻ്റെ കൂടെ നിന്ന് പിള്ളേരെ തല്ലുക. ലാത്തിയിൽ ഈ പറയണ പോലെ എന്താ ആണിയൊക്കെ തറച്ചു വെച്ച് കഴിഞ്ഞിട്ട് തല്ലിപ്പൊളിക്കുക. പെലറ്റ്സ് വെച്ച് വെടിവെക്കണ എന്തൊക്കെയാ ചെയ്യണം എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പറഞ്ഞ യുവജനങ്ങളോട് എന്തിനാ ഭയക്കണേ? അവർ മാർച്ച് നടത്തട്ടെ, മാർച്ച് നടത്തി പൊക്കോട്ടെ. അവർ പാട്ടും പാടി വന്ദേ മാതരവും ജയ് ഹിന്ദും പറഞ്ഞുകൊണ്ട് പോവുക. കഷ്ടമുണ്ട്. നമുക്കതൊന്നും ചെയ്യാനുള്ള പ്രായം കഴിഞ്ഞു. കുറഞ്ഞ പക്ഷം ഇവിടെ ഇരുന്ന് ഇത്രയെങ്കിലും പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ പൗരനും ആവില്ല, ഞാനൊരു മനുഷ്യനും ആവില്ല, വെറും അടിമയാവും. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഉറക്കം നടിച്ചു കിടക്കുന്ന അടിമകളോട് ഉണരാൻ പറയുക. ഇതുപോലെയുള്ള പല സമരം കൊണ്ടാണ് നമ്മൾ ഈ കണ്ടീഷനുകളിൽ എത്തിയേക്കുന്നത്. നമ്മൾ ഒന്നിനും മുണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്ത പല കാര്യങ്ങളും ഇപ്പം തന്നെ പോയി കഴിഞ്ഞു. ലേബർ ലോ എല്ലാം എടുത്തു കളഞ്ഞ് അവർക്കുണ്ടായിരുന്ന ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പോയി. ഇൻഡസ്ട്രിയൽ ലോയൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ ആരും സ്ഥിരമായിട്ട് വെക്കണില്ല. ഈവൻ ഡിഫൻസ് ഫോഴ്സസിൽ പോലും പെർമനൻ്റായിട്ട് ജോലി കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോലും 4 വർഷത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലാക്കി.
ഏതാണ്ട് മിക്ക സർക്കാർ സ്ഥാപനങ്ങളിലും കോൺട്രാക്ട് അടിസ്ഥാനം. ഏറ്റവും കൂടുതൽ ജോലി കൊടുത്തുകൊണ്ടിരുന്ന ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ കോൺട്രാക്റ്റാണ്. പല ജനങ്ങൾക്കും അറിയില്ല. ഇന്ത്യൻ റെയിൽവേ പ്രൈവറ്റൈസ് കുറച്ച് ഒരു സർട്ടൻ പെർസെൻറ്റേജ് പ്രൈവറ്റൈസ് ചെയ്ത് പ്രൈവറ്റ് ട്രെയിൻ ഇതിൻ്റെ അകത്തുനിന്ന് ഓടുന്ന ഇന്ത്യയിലുള്ള എത്ര പേർക്ക് അറിയാം? UPSCയിലൊന്നും നിയമനങ്ങൾ നടക്കണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കൊച്ചു കേരളം, ഇന്ത്യയിലുള്ള മൊത്തം PSC നിയമനങ്ങളിൽ ഈ നമ്മുടെ കൊച്ചു കേരളമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മൊത്തം ഇന്ത്യയിൽ 50% കൂടുതൽ PSC വഴി ജോലി കൊടുത്തേക്കണം. ബാക്കി മൊത്തം രാജ്യം അതിൻ്റെ പകുതിയെ കൊടുത്തിട്ടുള്ളൂ. ഇന്ത്യയിൽ സത്യം കേരളത്തിൽ വെറും 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. UPയിലൊക്കെ അതിൻ്റെ 10 ഇരട്ടി ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല, ജോലിയൊന്നും കൊടുക്കണില്ല. PSC വഴി ജോലി കിട്ടുന്നില്ല, റെയിൽവേയിൽ ജോലി കിട്ടുന്നില്ല, ഡിഫൻസ് ഫോഴ്സസിൽ ജോലി കിട്ടുന്നില്ല, ബാങ്കുകളിൽ ഇപ്പോൾ കോൺട്രാക്ട് ബേസിസിലാണ്. ഇപ്പോൾ സ്ഥിരം ജോലി എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. പ്രൈവറ്റ് കമ്പനികൾ ആരും പെർമനൻ്റ് ജോലി അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും കോൺട്രാക്ട് ബേസിലാണ് 3-4 വർഷം. അതായത് ഒരു ഫ്യൂച്ചർ ഇല്ല, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ്. എനിക്കൊക്കെ എൻ്റെ ഭാഗ്യം, ഞാൻ ജനിച്ചത് 1969 കാരണം എനിക്ക് ജോലി കിട്ടിയ ആ സമയത്ത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി കിട്ടി. 30 വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ട് റിട്ടയർഡായി. എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. എൻ്റെ മരണം വരെ ഞാൻ കംഫോർട്ടാണ്. ആ ഒരു കംഫോർട്ട് സോൺ ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ലാണ്ടാക്കി. ഇത് ഓരോ സാധനങ്ങളും മാറ്റി പ്രൈവറ്റൈസ് ചെയ്യണതിൻ്റെ ഇടക്ക് ഒരു മനുഷ്യനും വാതുറൊന്നും ഉണ്ടില്ല. ലേബർ ലോ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഈ പറയുന്ന തൊഴിലാളികൾ മാത്രമാണ് സമരം എടുത്തത്. കർഷകർക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ കർഷകർ മാത്രം സമരം എടുത്തു. ഓരോ പ്രശ്നം, ബാങ്കുകാർ സമരം എടുത്തത്. അങ്ങനെയല്ല വേണ്ടത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടതാണ്. അപ്പോൾ കുറേ പിള്ളേർ ഡൽഹി കിടന്ന് തല്ലുകൊള്ളുമ്പോൾ നമ്മൾ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മളോട് ചെയ്യുന്ന പോക്കൃത്തരാ. അവർ ചെയ്യുന്ന സമരത്തിന് ഒരു റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോണ ഇന്ത്യയിലുള്ള മൊത്തം 145 കോടി ജനങ്ങൾക്കാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കുറഞ്ഞ പക്ഷം ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ, അവർക്കൊരു സപ്പോർട്ടെങ്കിലും കൊടുത്തില്ലെങ്കിൽ, അവിടെ പോയിട്ട് എല്ലാവരും സമരത്തിലിരിക്കണമെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ ഇത്രയെങ്കിലും പറയണം. നമ്മൾ സമരം കൊണ്ട് തന്നെയാണ് എല്ലാം നേടിയെടുത്തത്. ആ സമരം കൊണ്ട് നേടിയെടുത്ത പല കാര്യങ്ങളും ഇപ്പോൾ ഇല്ലാണ്ടായി. പണ്ടൊക്കെ TN ശേഷൻ എന്ന് പറഞ്ഞ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ഇലക്ഷൻ സിസ്റ്റം മൊത്തം മാറ്റിയതാണ്. ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്ന് ഞാൻ ആരോടും പറയണില്ല, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് CAG റിപ്പോർട്ട് വന്നിട്ടേ ഇല്ല. ഈ CAG റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ 2G സ്കാനും 2G സ്പെക്ട്രവും പോൾ സ്കാനും കോമൺവെൽത്ത് സ്കാനൊക്കെ വന്ന് പൊളിഞ്ഞ് അതൊക്കെ പബ്ലിഷ് രാജ്യത്തുള്ള എല്ലാം മാധ്യമങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളിലോട്ട് എത്തിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. അടുത്ത ഇലക്ഷനിൽ ആ മന്ത്രിസഭ തന്നെ പോയി. ആ പാർട്ടി തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നൊരു പാർട്ടിക്ക് 44 സീറ്റായിട്ട് കുറഞ്ഞു. ഇപ്പം മാധ്യമങ്ങൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ഭയക്കുകയാണ്. സത്യം പറഞ്ഞ രാജ്യത്തെ നാഷണൽ മീഡിയാസ് അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാം തൂക്കി വിൽക്കപ്പെട്ടു. എല്ലാം കോർപ്പറേറ്റ്സിൻ്റെ അണ്ടറിലായി, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കാരുടെയായി. മീഡിയ അല്ലെ മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോക്രസിയുടെ 4th പില്ലറാണ്. ആ 4th പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പില്ലർ ഈ പറയണ പോലെ പാർലമെൻറ്റ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ്, അത് ജുഡീഷ്യറി, ബ്യൂറോക്രാറ്റ്. 4ാമത്തെ പില്ലറ് മീഡിയാസാണ്. അവരാണ് ഈ നടക്കുന്ന പ്രശ്നങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ജനങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത്. അവരതിൽ നിന്ന് ഒളിച്ചോടുക, അവരത് ചെയ്യുന്നില്ല. അത് നമുക്കെല്ലാവർക്കും കുറേ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പറ്റിപ്പോയേക്കണെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ അന്ധമായ ഭക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടുള്ള അടിമത്തമോ കൊണ്ട് അവർ ഈ പറയണ പോക്കൃത്തരങ്ങളും എല്ലാം കണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നന്നായിട്ട് അറിയാം നടക്കുന്നതെല്ലാം തെറ്റാണെന്ന്. പക്ഷേ വെറും അടിമയാകുക. നമ്മൾ 1947 മുമ്പ് അടിമയായിരുന്നു, നമ്മൾ അതിലോട്ട് തിരിച്ചു പോവുക. ഞാനൊക്കെ എൻ്റെ അത്യാവശ്യമുള്ള ജീവിതമൊക്കെ കഴിഞ്ഞു. കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മരിച്ചും പോവും. അതിലൊരു പ്രശ്നമില്ല.
ചിലപ്പോൾ ഈ വീഡിയോ ഇട്ടെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് രാജ്യദ്രോഹിയായിട്ട് മുദ്ര കുത്തി എന്നെ പിടിച്ചകത്താക്കും. ഞാൻ സംസാരിക്കണത് എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും അല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും രാജ്യത്തെ ഇനി വരാൻ പോണ തലമുറക്കും വേണ്ടിയുണ്ട്. ഇത്രയെങ്കിലും പറയണമെന്നില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാവും. ജയ് ഹിന്ദ്, ഓൾ ദ ബെസ്റ്റ്.